ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചിട്ടാണ്. പ്രളയകാലത്ത് എല്ലാ ലോകങ്ങളും വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. എങ്ങും മഹാസമുദ്രം പോലെ കിടക്കുകയാണ്. ഭഗവാൻ മാത്രം അവിടെ യോഗനിദ്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൊക്കിളാകുന്ന താമരപ്പൂവിൽ നിന്നും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഉണ്ടായി. അതുകൊണ്ട് പത്മജൻ എന്ന പേരും ഉണ്ടായി. തൻ്റെ ജനനത്തിനു കാരണമായ ആ താമരപ്പൂവ് എവിടെ നിന്നുണ്ടായി എന്ന ആഗ്രഹത്തോടെ ബ്രഹ്മാവ് നാല് പുറത്തേക്ക് നോക്കിയതിനാൽ നാല് മുഖമുള്ളവൻ ആയി. എന്നിട്ടും ഒന്നും അറിയുവാൻ കഴിഞ്ഞില്ല. യോഗബലം കൊണ്ട് താമരവളയത്തിൻ്റെ നാളത്തിലൂടെ അനേക വർഷങ്ങൾ അന്വേഷിച്ചു നോക്കി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ബ്രഹ്മാവിന് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും സാധിക്കുകയില്ലെന്ന് ബോധ്യമായി. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലാക്കിക്കൊണ്ട് ഭഗവത് ധ്യാനത്തിൽ മുഴുകി. അനേകായിരം കൊല്ലം ശ്രമിച്ചിട്ടും കാണാതിരുന്ന ഭഗവാനെ ബ്രഹ്മാവ് തൻ്റെ ഉള്ളത്തിൽ തന്നെ ഇരിക്കുന്നതായി കണ്ടു. മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്നും പിന്തിരിച്ച് അകത്തേക്ക് വിടാതെ എവിടെ അന്വേഷിച്ചാലും ഭഗവാനെ കാണുകയില്ലെന്നും അത് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഭഗവത് കഥ കൊണ്ട് ഭഗവാനെ എല്ലായിടത്തും കാണുവാൻ കഴിയുമെന്നും ബ്രഹ്മാവിന് ബോധ്യമായി. ഭഗവാനെ കണ്ടതുകൊണ്ടുണ്ടായ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സ്തുതിക്കുവാൻ തുടങ്ങി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്തിന് അതിരില്ല. അങ്ങയുടെ തത്വം ഉള്ളിൽ തെളിഞ്ഞു കണ്ടു. അങ്ങയുടെ കാരുണ്യമില്ലാത്ത ചിദാനന്ദം ഒരിക്കലും പ്രകാശിക്കുകയില്ല. അങ്ങ് ആരാധിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുകയില്ല. അങ്ങയെ ആശ്രയിക്കുന്ന നിമിഷം മുതൽ സകല സംസാര ദുഃഖങ്ങളും നീങ്ങുന്നു. ഭാഗ്യമില്ലാത്തവർക്ക് അങ്ങയെ ആശ്രയിക്കുവാൻ തന്നെ കഴിയുകയില്ല. അവിടുത്തെ കഥകൾ കേട്ടും നാമങ്ങൾ ജപിച്ചും ശരീരം വെടിയുന്നവർക്ക് എല്ലാ പാപങ്ങളും നീങ്ങി അതിരിട്ട ആനന്ദം ഉണ്ടാവുന്നു. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നും തെറ്റ് ജീവിക്കുന്നവരുടെ ആശകളെ അങ്ങ് ഛേദിച്ചു കളയുന്നു. എല്ലാവരുടെയും സ്നേഹപാത്രമായ അങ്ങ് ആരാധനാ രൂപത്തിൽ സൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈ ദാസനിൽ കാരുണ്യം പൊഴിച്ചാലും. ശ്രീകൃഷ്ണ ഭഗവാൻ കരുണാകടാക്ഷം ചെയ്ത് സന്തോഷത്തോടെ പറഞ്ഞു, ബ്രഹ്മാവേ, അങ്ങയുടെ ആഗ്രഹം സഫലമാകും. സൃഷ്ടി ചെയ്താലും അങ്ങ് എൻ്റെ ഭക്തനായതിനാൽ അതിൽ ബദ്ധനാവുകയില്ല. പുണ്യകർമ്മങ്ങളുടെ ഫലം എന്നിൽ സർവവും സമർപ്പിക്കുവാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ മറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആജ്ഞപ്രകാരം ബ്രഹ്മാവ് തപസ് ചെയ്യുവാൻ തുടങ്ങി. സമാധിബലം കൊണ്ട് പ്രളയത്തിലെ കാറ്റിനെ വെള്ളത്തോടുകൂടി ഉള്ളിലാക്കി. താൻ ഇരിക്കുന്ന താമരത്തണ്ടുകൊണ്ട് 3 ലോകങ്ങളും സൃഷ്ടിച്ചു. മഹത്തത്വം, അഹങ്കാരം, സൂക്ഷ്മഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ദേവതകളും അന്ധകരണവും വിക്ഷേപരൂപവും ആകരണരൂപവുമായ വിദ്യ, സ്ഥാവരങ്ങൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യൻ, സനകാദികൾ എന്നിങ്ങനെ 10 വിധം സൃഷ്ടി ചെയ്തു. പരമാണു തുടങ്ങി ദിപരാർത്ഥം വരെയുള്ള കാലം ഭഗവാന്റെ സ്വരൂപമാണ്. എല്ലാവരും തന്നെ ഈ കാലത്തിൻ്റെ അടിമകളാണ്. മനുഷ്യന് 1 മാസം പിതൃക്കൾക്ക് 1 ദിവസമാണ്. 1 കൊല്ലം ദേവന്മാർക്ക് 1 ദിവസവും. ഇത്രയേ വ്യത്യാസമുള്ളൂ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ 1004 യുഗങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ 1 പകൽ കഴിയുന്നു. അങ്ങനെയുള്ള 100 കൊല്ലം കഴിയുമ്പോൾ ബ്രഹ്മാവും നശിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം കാലത്തിനും അതീതനായി കഴിയുന്നു. ഹരേ കൃഷ്ണ.